കാർഷിക വാർത്തകൾ. ജാതിക്ക വിപണി സജീവമാകുന്നു. തളർച്ചയിൽ നാളികേര ഉൽപ്പന്ന വിപണി. വിദേശ വിപണികളിൽ വിയറ്റ്നാം കുരുമുളകിന് ഡിമാൻഡ് ഉയർന്നു. ജാതിക്ക, ജാതിപത്രി തുടങ്ങിയവ ശേഖരിക്കാൻ ഔഷധ നിർമ്മാതാക്കളും വിവിധ കറിമസാല വ്യവസായികളും കേരളത്തിലെ വിപണികളിൽ താൽപര്യം കാണിച്ചു. മികച്ച ഇനം ചരക്കിന് വിദേശ വിപണികളിൽ നിന്നും അന്വേഷണങ്ങൾ എത്തിയത് മധ്യ കേരളത്തിലെയും ഹൈറേഞ്ചിലെയും വിപണികളിൽ ചെറിയ ഉണർവിന് അവസരമൊരുക്കുമെന്ന കണക്കുകൂട്ടലിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. കാലടി വിപണിയിൽ മികച്ച ഇനം ജാതിക്ക തൊണ്ടൻ കിലോ 300 രൂപ വരെയും ജാതിപ്പരിപ്പ് 590 രൂപ വരെയും കയറി. എന്നാൽ ഗുണനിലവാരം കുറഞ്ഞ ചരക്ക് നിരക്ക് ഉയർത്തി ശേഖരിക്കാൻ ഉത്തരേന്ത്യൻ വ്യവസായികൾ തയ്യാറായില്ല. നാളികേര ഉൽപ്പന്ന വിപണിയിലെ തളർച്ച തുടരുന്നു. തമിഴ്നാട്ടിൽ വെളിച്ചെണ്ണ വില കിൻഡലിന് 675 രൂപ ഇടിഞ്ഞതിന്റെ ചുവടുപിടിച്ച് കൊച്ചിയിലെ മാർക്കറ്റിലും എണ്ണവില താഴ്ന്നു. വൻകിട സ്റ്റോക്കിസ്റ്റുകൾ പച്ചത്തേങ്ങയും കൊപ്രയും വിൽപ്പനയ്ക്ക് തിടുക്കം കാണിച്ചു. ഇത് വിപണിയെ കൂടുതൽ തളർത്തുമെന്ന ഭീതിയിൽ വൻകിട മില്ലുകാർ വെളിച്ചെണ്ണ വില കിൻഡലിന് 32,675 രൂപയായി ഇടിച്ച് പരമാവധി വിറ്റുമാറാനുള്ള ശ്രമത്തിലായിരുന്നു. കൊച്ചിയിൽ എണ്ണവില 36,900 രൂപയായി താഴ്ന്നു. നടപ്പുവർഷം ആദ്യ പകുതിയിൽ വിയറ്റ്നാമിന്റെ കുരുമുളക് കയറ്റുമതിയിൽ വർധന. യൂറോപ്പും അറബ് രാജ്യങ്ങളും അവിടെ നിന്നും കൂടുതൽ കുരുമുളക് ശേഖരിച്ചത്. ഉൽപാദനക്കുറവ് വിലയിരുത്തിയാൽ വർഷത്തിന്റെ രണ്ടാം പകുതിയിൽ ആകർഷകമായ വിലയ്ക്ക് അവസരം ഒരുങ്ങുമെന്നാണ് കണക്കുകൂട്ടൽ. കേരളത്തിൽ കുരുമുളകിന് വിൽപ്പനക്കാർ കുറവാണ്. ഇടുക്കി, വയനാട്, പത്തനംതിട്ട ഭാഗങ്ങളിൽ നിന്നും കൊച്ചി വിപണിയിലേക്കുള്ള ചരക്കുവരവ് ചുരുങ്ങി. അൺഗാർബിൾഡ് 67,000 രൂപയിൽ വ്യാപാരം നടന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. വെളിച്ചെണ്ണയ്ക്കും നാളികേരത്തിനും മാത്രമല്ല, കരിക്കിനും വില ഉയർന്നു. ഒറ്റയടിക്ക് 10 രൂപയാണ് കൂടിയത്. കൊച്ചി നഗരത്തിൽ കരിക്കൊന്നിന് 60 രൂപയാണ് വില. നാടൻ കരിക്കിനാണെങ്കിൽ 80 രൂപ കൊടുക്കണം. നാളികേരത്തിന് വില ഉയർന്നതിനാൽ കരിക്ക് വെട്ടി വിൽക്കാൻ തെങ്ങ് കർഷകർ തയ്യാറാവാത്തതാണ് കരിക്കു വില ഉയരാൻ കാരണം. പാലക്കാട്, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് കൊച്ചിയിലേക്ക് കരിക്കെത്തുന്നത്. നേരത്തെ മൊത്തക്കച്ചവടക്കാർ ഒരു കരിക്ക് 20 മുതൽ 27 രൂപയ്ക്ക് വാങ്ങിയിരുന്നെങ്കിൽ ഇപ്പോൾ 40 രൂപ വരെ നൽകേണ്ടി വരുന്നു. ഗതാഗത ചെലവടക്കം 50 രൂപയിൽ താഴെ വിലയ്ക്കാണ് വഴിയോര കച്ചവടക്കാർക്ക് കരിക്ക് ലഭിക്കുന്നത്. മഴക്കാലമായതിനാൽ ആവശ്യകതയിൽ കുറവുണ്ടായിട്ടും വില ഉയർന്നു നിൽക്കുന്നതിൽ ആശങ്കയിലാണ് കച്ചവടക്കാർ. നാളികേരത്തിന്റെ വില വർധനവ് തുടർന്നാൽ കരിക്ക് വിലയും ഉയരുമെന്നാണ് കച്ചവടക്കാർ വ്യക്തമാക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. രാജ്യത്തെ ഏറ്റവും വലിയ മുട്ട ഉൽപ്പാദന കേന്ദ്രമായ നാമക്കലിൽ കയറ്റുമതിക്കുള്ള കോടിക്കണക്കിന് മുട്ടകൾ കെട്ടിക്കിടക്കുന്നു. ആഭ്യന്തര വിപണിയിൽ മുട്ട വില കുറയാൻ സാധ്യതയുണ്ട്. ട്രംപിന്റെ താരിഫ് മൂലം 1.20 കോടി കോഴിമുട്ടകളാണ് രാജ്യത്തെ ഏറ്റവും വലിയ മുട്ട ഉൽപാദന കേന്ദ്രമായ നാമക്കലിൽ കെട്ടിക്കിടക്കുന്നത്. 4 രൂപ 50 പൈസ വിലയുള്ള മുട്ട 7 രൂപ 50 പൈസയ്ക്കാണ് US-ലേക്ക് കയറ്റി അയക്കുന്നത്. 16 രൂപയ്ക്ക് മുകളിലാണ് US-ലെ വില. ഇവ ദീർഘകാലം സുരക്ഷിതമായി സൂക്ഷിക്കാൻ കഴിയാത്തതിനാൽ ആഭ്യന്തര വിപണികളിൽ വിൽക്കേണ്ടി വരുമെന്ന് എഗ് എക്സ്പോർട്ടേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ പറയുന്നു. യൂറോപ്പിൽ പക്ഷിപ്പനി വന്നപ്പോൾ മുട്ടക്ഷാമം പരിഹരിക്കാൻ നാമക്കലിൽ നിന്നുള്ള മുട്ടയാണ് US-ലെ വിപണികളിലെത്തിയിരുന്നത്. കൂടുതൽ വരുമാനം ലഭിച്ചിരുന്നതിനാൽ ഗൾഫ് വിപണിയേക്കാൾ US-ലേക്കുള്ള കയറ്റുമതിക്കാണ് ഇന്ത്യയിലെ കയറ്റുമതിക്കാർ താൽപര്യം കാണിച്ചിരുന്നതും. നാമക്കലിൽ പ്രതിദിനം 7 കോടി മുട്ടകളാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. 80 ലക്ഷം മുട്ട വീതം എല്ലാ ദിവസവും ഗൾഫ് രാജ്യങ്ങളിലേക്ക് അയക്കുന്നുണ്ട്. ഒരു ദിവസം 50 ലക്ഷത്തിലധികം മുട്ട അതിർത്തി കടന്ന് കേരളത്തിലേക്ക് വരുന്നുണ്ട്. സേലം, നാമക്കൽ, തിരുപ്പൂർ ജില്ലകളാണ് കേരളത്തിൽ മുട്ട കയറ്റി അയക്കുന്നതിൽ മുന്നിൽ. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. ട്രംപിന്റെ താരിഫ് ഭീഷണിയിൽ കാർഷിക മേഖലയിലെ കയറ്റുമതിക്കാർ. നിലവിലെ സാഹചര്യം അധിക സാമ്പത്തിക ബാധ്യതയിലേക്ക് നയിക്കുമെന്നാണ് വിലയിരുത്തൽ. ഉയർന്ന ചരക്ക് ഗതാഗത ചെലവ് മൂലം മത്സരക്ഷമത കുറഞ്ഞ അവസ്ഥയിലാണ് രാജ്യത്തെ കാർഷിക കയറ്റുമതി. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ അധിക നികുതി കൂടിയെന്നത് കയറ്റുമതിക്കാർക്ക് തലവേദനയായിരിക്കുകയാണ്. അരി, സമുദ്രോൽപ്പന്നങ്ങൾ, പഴങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ തുടങ്ങിയ കയറ്റുമതി അധിഷ്ഠിത കാർഷിക വ്യവസായങ്ങളെ ഇത് ബാധിക്കും. എന്നാൽ മാതളനാരങ്ങ പോലുള്ള ചില ഉൽപ്പന്നങ്ങളിൽ US വിപണി ഇന്ത്യയെ ആശ്രയിക്കുമെന്നാണ് കണക്കുകൂട്ടൽ. ആഗോള വിപണിയിലെ ശക്തമായ വിപണി മത്സരം നേരിടണമെങ്കിൽ ഉൽപ്പന്നത്തിന്റെ ഗുണനിലവാരം, സാങ്കേതിക വിദ്യയെ കൂടുതൽ ആശ്രയിക്കൽ, കാർഷിക നിക്ഷേപങ്ങൾ വർദ്ധിപ്പിക്കൽ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തേണ്ടി വരുമെന്നാണ് കയറ്റുമതിക്കാർ വ്യക്തമാക്കുന്നത്. കാർഷിക കയറ്റുമതി മേഖലയിലെ പ്രതിസന്ധികൾ തൊഴിൽ നഷ്ടം, ഉൽപ്പന്നങ്ങൾ കേടാകൽ എന്നിങ്ങനെയുള്ള മറ്റു പ്രശ്നങ്ങളിലേക്കും വഴിതെളിക്കും. ന്യൂസ് ഡെസ്ക്, മൈഫിൻ. വിലക്കുറവ് വിനയായി. നടപ്പ് ഖാരിഫ് സീസണിൽ മുളക് കൃഷി കുറയാൻ സാധ്യത. വിലക്കുറവ് കാരണം രാജ്യത്തെ മുളക് കൃഷിയുടെ വിസ്തൃതി കുറയുകയാണെന്ന് റിപ്പോർട്ട്. പ്രധാന മുളക് ഉൽപാദന സംസ്ഥാനങ്ങളിൽ ചോളം, പരുത്തി, പയർവർഗ്ഗങ്ങൾ പോലുള്ള മറ്റു കൃഷിയിലേക്ക് കർഷകർ മാറുകയാണ്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം മുളക് കൃഷിയുടെ വിസ്തൃതി 20% കുറഞ്ഞത്.
ജലസംഭരണികളിൽ ജലലഭ്യതയുള്ളതിനാൽ നടീൽ സെപ്റ്റംബർ വരെ നീണ്ടു നിൽക്കുമെന്നാണ് കർഷകർ വ്യക്തമാക്കുന്നത്. സാധാരണയായി മുളക് കർഷകർ പരുത്തിയിലേക്ക് മാറുന്ന പ്രവണതയാണ് രാജ്യത്തുള്ളത്. എന്നാൽ ഈ വർഷം ചോളം കൃഷിയിലേക്ക് പലരും തിരിഞ്ഞിട്ടുണ്ട്. വിത്ത് വിൽപ്പനയിലും 30% ഇടിവുണ്ടായിട്ടുണ്ട്. കർണാടകയിൽ ബാഗ്ദി, ദബ്ബി ഇനങ്ങളുടെ വിത്ത് വിൽപ്പന 40% കുറഞ്ഞു. അതേസമയം ആന്ധ്രയിലും തെലങ്കാനയിലും തേജ വിത്ത് വിൽപ്പന 20% കുറഞ്ഞത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇന്ത്യൻ റബ്ബറിന് വർഷങ്ങളായുള്ള എതിരാളിയാണ് ചൈന. കഴിഞ്ഞ 4 നൂറ്റാണ്ടായി വ്യാപാര സന്തുലിതാവസ്ഥയിൽ താളം തെറ്റിയതായി റിപ്പോർട്ട്. ലോക വ്യാപാര സംഘടനയിൽ ചൈന അംഗമായതിനു ശേഷം ഇന്ത്യ റബ്ബർ ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതിയിൽ ഇടിവ് സംഭവിച്ചു. കയറ്റുമതിയേക്കാൾ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി വർദ്ധിച്ചതോടെ വ്യാപാര സന്തുലനാവസ്ഥയിൽ അസ്ഥിരതയുണ്ടായതാണ് റിപ്പോർട്ട്. റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയാണ് ഇത് സംബന്ധിച്ച പഠനങ്ങൾ നടത്തിയത്. 1996 മുതൽ 2023 വരെയുള്ള കാലയളവിലെ ഇന്ത്യയുടെ ഉൽപ്പന്നങ്ങളുടെ വിദേശ വ്യാപാര പ്രവണതകൾ വിശകലനം ചെയ്തുള്ള പഠനത്തിലാണ് ഈ കണ്ടെത്തൽ. ലോക വ്യാപാര സംഘടനയിലേക്ക് ചൈന എത്തിയ 2021 ശേഷം ഇന്ത്യൻ റബ്ബർ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണിയിൽ സ്വാധീനം കുറഞ്ഞിട്ടുണ്ട്. അതേസമയം റബ്ബർ ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതി 11.9% നിന്ന് 13.4% വളർന്നു. ഇന്ത്യയിലേക്കുള്ള റബ്ബർ ഇറക്കുമതിയിൽ ചൈനയുടെ പങ്ക് 1999-2000 കാലഘട്ടത്തിൽ 1% താഴെയായിരുന്നു. എന്നാൽ ഇത് 2023-24 ആയപ്പോഴേക്കും 11.4% ഉയർന്നു. $2.3 മില്യൺ നിന്നും $448.2 മില്യൺ കുതിപ്പ്. ലോകത്തെ ഏറ്റവും വലിയ റബ്ബർ ഉൽപ്പന്ന കയറ്റുമതിക്കാരായ ചൈന ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി വിഹിതത്തിൽ 5ാം സ്ഥാനത്താണ്. 24% അധികമാണ് വാർഷിക വളർച്ച. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 203, RSS 5 199, ലാറ്റക്സ് 140, ജാതിക്ക 310, ജാതിപത്രി 1800 മുതൽ 2000 വരെ, ഗ്രാമ്പു 790, അടയ്ക്ക 200, കാപ്പിക്കുരു 190, കൊക്കോ പരിപ്പ് 330, കുരുമുളക് ഗാർബിൾ 69,100, കുരുമുളക് അൺഗാർബിൾ 67,100, ഏലക്ക 2400 മുതൽ 2500 വരെ, വെളിച്ചെണ്ണ 36,900, കൊപ്ര 23,700, ചുക്ക് 22,500.